നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ടർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അവസ്ഥ ദുരവസ്ഥ എന്ന് തന്നെ പറയണം, അത് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴിതാ പ്രതിസന്ധി രൂക്ഷമാക്കിക്കൊണ്ട് പുതിയ വിവരങ്ങൾ കൂടി വരികയാണ്. സർക്കാരിൽ നിന്നും കുടിശ്ശികയായി ലഭിക്കാനുള്ളത് കോടികളാണ്. KSP ഇനത്തിൽ മാത്രം 35 കോടി രൂപ മെഡിക്കൽ കോളേജിന് ലഭിക്കാനുണ്ട്. ഈ തുക ലഭിക്കാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു എന്നാണ് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. ശസ്ത്രക്രിയ ഉപകരണ വിതരണ ഏജൻസികൾക്ക് നൽകാൻ പണമില്ലാത്ത അവസ്ഥയാണുള്ളത്. അഷ്കർ അലി കരിമ്പ തന്നെ ചേരുന്നു വിവരങ്ങളുമായി. അഷ്കർ, ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ എന്ന് തീരുമെന്ന ചോദ്യത്തിന് തീരുകയേ ഇല്ല എന്ന് ഉത്തരം പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 35 കോടി രൂപയാണ് ഇപ്പോൾ കുടിശ്ശികയെന്ന് മനസ്സിലാക്കുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ പണമില്ല. ഇത് ഗുരുതരമായ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുമല്ലേ? വിനിത, വലിയ പ്രതിസന്ധി മഞ്ചേരി മെഡിക്കൽ കോളേജ് അഭിമുഖീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന HDS യോഗം അഥവാ ആശുപത്രി വികസന സമിതി യോഗത്തിൽ ഈ വിഷയം വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് അടിയന്തരമായി ഇത്തരത്തിൽ പണം സർക്കാർ നൽകാനുള്ള കോടികൾ അത് ലഭിക്കുന്നതിനാവശ്യമായി വീണ്ടും സർക്കാർ കത്ത് നൽകാൻ ഇപ്പോൾ HDS യോഗം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. 35 കോടി രൂപയാണ് ക്യാഷ് ഇനത്തിൽ അഥവാ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഇനത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മാത്രമായി സർക്കാർ നൽകാനുള്ളത്. ഈ തുക ലഭിച്ചാൽ മാത്രമേ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. അതല്ല എങ്കിൽ ഒരു ഭരണ പ്രതിസന്ധി അനുഭവിക്കുന്ന തരത്തിലേക്ക് അടക്കം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പോകുന്നുണ്ട്. ഒന്നാമതായി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിന് കീഴിൽ 200-ലധികം ജീവനക്കാർ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഇവർക്ക് ശമ്പളം കൃത്യമായി നൽകുന്നതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നത് ഈ മെഡിക്കൽ കോളേജിന് ലഭിക്കേണ്ട തുക കൃത്യമായി ലഭിക്കാത്തതാണ്. രണ്ടാമത്തത്, മെഡിക്കൽ കോളേജിൽ നിന്നും വിവിധ ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകൾ എന്നതുപോലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വലിയ തുക നൽകാറുണ്ട്. പലപ്പോഴും അത് 2-3 കോടി രൂപയൊക്കെ കുടിശ്ശികയാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി കുടിശ്ശിക തീർത്തില്ല എങ്കിൽ മെഡിക്കൽ കോളേജിലേക്കുള്ള ഉപകരണം വിതരണം ചെയ്യുന്നതടക്കം നിർത്തലാക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള ഏജൻസികൾ മെഡിക്കൽ കോളേജിൽ നൽകിയിരുന്നു. അങ്ങനെ ലഭിച്ച ചില ഘട്ടങ്ങളിൽ ലഭിച്ച സാമ്പത്തികമായി 1 കോടി രൂപയൊക്കെ സർക്കാരിൽ നിന്ന് ലഭിച്ചപ്പോൾ അതെല്ലാം നൽകിക്കൊണ്ടാണ് ആ ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ വലിയ തോതിൽ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ, സാമ്പത്തികമായുള്ള പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിക്കുന്നു. മെഡിക്കൽ കോളേജിനെ പ്രതിസന്ധിയിലാക്കുന്നു. ശമ്പളം നൽകുന്നതിനടക്കം അത് വലിയ തടസ്സമാകുന്നു. ഈ സ്ഥിതി തുടർന്നാൽ അത് ചികിത്സയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പോകുമെന്നാണ് HDS യോഗത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി സർക്കാർ കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിന് കത്ത് നൽകും. ഏതായാലും ആരോഗ്യ വകുപ്പിന്റെ ഒരു അടിയന്തര ഇടപെടലില്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകും. നിലവിൽ പ്രതിസന്ധിയുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്.